നന്നായിട്ടുണ്ടായിരുന്നു. 13 വയസ്സാണ് എനിക്ക്. ഇല്ല, സീനിയർക്കിട്ട് ചെയ്യിപ്പിച്ചു. ഞാൻ ജൂൺ മുതൽ വരാൻ തുടങ്ങിയത്. പറളിന്ന് ജൂൺ മുതലാണ് വരാൻ തുടങ്ങിയത്. എടത്തറ സ്കൂളിലായിരുന്നു, പക്ഷെ അവിടെ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സ്കൂൾ ചെറിയ സ്കൂളാണ്. ഇല്ല, സബ് ജൂനിയർ ലെവലിൽ മത്സരിക്കുന്ന കുട്ടിയായിരുന്നു. പക്ഷേ നമ്മൾ കുട്ടിക്ക് വേണ്ട സ്പ്രിൻ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സീനിയർ മത്സരത്തിൽ ഒരു പരീക്ഷണം നടത്തി. അത് റവന്യൂ ജില്ലാ മത്സരങ്ങളിൽ അത് വൻ വിജയമായി. അത് കഴിഞ്ഞ് സംസ്ഥാന മീറ്റെത്തിയപ്പോൾ ആദ്യ ഇനത്തിൽ തന്നെ ഗോൾഡ് കിട്ടുക എന്നുള്ളത് ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള ഇനിക്ക് അല്ലെങ്കിൽ പറളിക്കും പാലക്കാടിനും അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ്. എടത്തറ നമ്മുടെ സ്കൂളിൽ 3 കിലോമീറ്റർ മാത്രം അപ്പുറമുള്ള സ്കൂളാണ്. അവിടെ നിന്ന് നമ്മൾ സ്വാഭാവികമായി അവിടെ 7ാം ക്ലാസ് വരെയുള്ളൂ. അതിനുശേഷം 8ാം ക്ലാസ്സിലേക്ക് പറളി സ്കൂളിലേക്ക് വരികയാണ്. അവിടെ നിന്ന് ഈ ജൂൺ മാസം മുതലാണ് പ്രാക്ടീസ് ആരംഭിച്ചത്. പക്ഷേ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് തന്നെ സംസ്ഥാന മീറ്റിൽ ഇത്രയും വലിയൊരു നേട്ടം ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ 30 വർഷത്തെ കരിയറിൽ ഇതുപോലൊരു ദീർഘദൂര ഓട്ടക്കാരി കണ്ടിട്ടില്ല. ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു, ചേച്ചിമാരെ കാണുമ്പോൾ. കഴിയും പറഞ്ഞിട്ട് ഓടി, എൻ്റെ ബെസ്റ്റ് ചെയ്യണം പറഞ്ഞിട്ട് ഓടി. കഴിയും, നന്നായി ചെയ്യാൻ പറഞ്ഞു. ഇല്ല, അടുത്ത സ്കൂളിൽ മത്സരമൊന്നും ഉണ്ടായിരുന്നില്ല. ജൂൺ മുതൽ. ഇതിൽ എടുത്തു പറയുന്ന കാര്യം, ഈ കുട്ടി ഓടി റവന്യൂ ജില്ലാ കായികമേളയിൽ വലിയ നേട്ടങ്ങളുണ്ടാക്കി. ക്രോസ് കൺട്രിയിലും 3000 മീറ്ററിൽ സ്വർണ്ണ മെഡൽ നേടിയ ശേഷം അവിടെയുള്ള കുട്ടിക്ക് സ്പൈക്സ് സ്വന്തമായിട്ട് സ്പൈക്സിലായിരുന്നു. കടം വാങ്ങിച്ച സ്പൈക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് റവന്യൂ ജില്ലാ കായികമേളയിൽ സ്വർണ്ണ നേട്ടം ഉണ്ടാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവാസ് ഫൗണ്ടേഷൻ ഇടത്തറയിലുള്ള ചാരിറ്റി നടത്തുന്ന ഒരു 14,000 രൂപേൻ്റെ സ്പൈക്സാണ് അത് കൊടുത്തത്. ആ കടപ്പാട് കൂടെ നമ്മൾ ഈ വിജയിച്ചപ്പോൾ അതിനുള്ള കടപ്പാട് കൂടെ ഞങ്ങൾ അറിയിക്കുകയാണ്.